ലെസൺസ് ഫ്രം ലൈഫ് പാർട്ട് 1 ആണ്. അത് ഒരു പാർട്ടിലോ 2 പാർട്ടിലോ നിർത്താൻ പറ്റുന്നതല്ല. കാരണം ഈ പുസ്തകത്തിന്റെ പ്രിഫേസിൽ അദ്ദേഹം പറയുന്നു എന്തുകൊണ്ട് ഈ പുസ്തകം എന്ന്. അദ്ദേഹം പറയുന്നത് ഇൻ എ ഫ്യൂ ഷോർട്ട് ഇയേഴ്സ് ഐ വിൽ ഹാവ് കംപ്ലീറ്റഡ് 6 decades ഇൻ പബ്ലിക് സർവീസ്. 60 വർഷം പബ്ലിക് സർവീസിൽ നിന്നൊരു മനുഷ്യൻ. അദ്ദേഹം ഈ ജീവിതത്തിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ആ ലെസൺസ് ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ്. ഇപ്പം മായ പറഞ്ഞ പോലെ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം. നമ്മൾ പലപ്പോഴും പറയുന്ന വെച്ചാൽ മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിരുന്നിട്ട് നമ്മൾ പറയുന്ന വെച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലാതെ പുള്ളി വേറൊന്നും പറഞ്ഞില്ലല്ലോ എന്നാ. മോട്ടിവേഷൻ നമുക്ക് അറിയുന്നതാ. പക്ഷെ എപ്പോഴാ മോട്ടിവേഷൻ? ഇപ്പം ഞാൻ ഒരു വർക്കൗട്ടിന് വേണ്ടി ജിമ്മിൽ പോവുകയാണ്. നിങ്ങൾ കുറേ വർഷമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ കുറെ കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ട്രെയിനർ വെക്കുന്നതിനാ മോട്ടിവേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഞാൻ എപ്പോഴും റിയലൈസ് ചെയ്യുന്നത് ചില ആൾക്കാരെ കാണുമ്പോൾ അവർക്കൊരു എന്താ നമ്മൾ പറയില്ലേ ഇരുത്തം വന്ന സ്വഭാവം എന്ന് പറയില്ലേ, അത് ആ ഗ്രൗണ്ടഡ് മെച്യൂരിറ്റി വരണമെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസ് ആണത്. ഇപ്പൊ നമ്മള് ഇപ്പൊ ചില ആൾക്കാരുണ്ട്, ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഫ്ലസ്റ്റേർഡ് ആയി പോവും, പെട്ടെന്ന് ഇങ്ങനെ വെപ്രാളപ്പെടും. അതൊക്കെ ജീവിതത്തിന്റെ ഈ പക്വത ഇല്ലായ്മയായിട്ടാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. സോ ലൈഫ് ആക്ച്വലി ടീച്ചേഴ്സ് you to be grounded. Life gives you that wisdom to be mature. So നമ്മളിപ്പം ഹിസ് ഹൈനസിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കും അയ്യോ എന്തുമാത്രം ടെൻഷൻസ് ഉണ്ടാവും ഇവരുടെ ലൈഫിൽ, എവറി ഡേ ദർ ഇസ് എ പ്രോബ്ലം ടു അറ്റൻഡ് ടു. പക്ഷെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് വരണമെങ്കിൽ നമ്മൾ ആദ്യം കാമായിരിക്കണം. അത് തന്നെയാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു ലെസൺ ആയിട്ട് അദ്ദേഹവും പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഈ പുസ്തകം എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു 6 വർഷത്തെ അല്ലെങ്കിൽ 60 വർഷത്തെ 6 ഡെക്കേഡിന്റെ ഒരു പബ്ലിക് സർവീസിലോട്ട് കടന്നൊരു ആള് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട പല കാര്യങ്ങളാണ്. ഇതിനകത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം നമ്മുടെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ആക്കി വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്നതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പല കാര്യങ്ങളും പറയും എനിക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു വിഷനുണ്ട്, അത് നടപ്പാക്കാനുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടണം, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വിഷൻ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിഷനേക്കാൾ ആക്ഷനാണ് ആ വിഷനെ ഷേപ്പ് ചെയ്യുന്നത്. അതിന് ഇപ്പൊ മായ വായിച്ച ആ ഒരു പോർഷൻ ഉണ്ടല്ലോ. അതെ, അതായത് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ എപ്പോഴും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിനാരിയോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. പക്ഷെ ഒരിക്കലും പെർഫെക്റ്റ് സിനാരിയോ ഉണ്ടാവുന്നില്ല. അത് ഇവൻച്വലി ഉണ്ടായി വരുന്നതാണ്. ഈ സക്സസ് സ്റ്റോറീസ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും വെൻ ദേ ബിഗാൻ പ്രോബബ്ലി ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അവരുടെ കയ്യിൽ. പക്ഷെ അതിൽ നിന്നും അവരൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറയില്ലേ, അത് വെച്ചിട്ടായിരിക്കും അവർ ഒരു പക്ഷേ ചെയ്തിരിക്കുക. ഇതിനകത്ത് വായിച്ചൊരു നല്ലൊരു വാചകം എന്ന് പറയുന്ന ഐ ഹാവ് സീൻ ദറ്റ് വാട്ടർ still will rot away, but when it flows, it freshens day by day. And അതേപോലെ തന്നെ a lion, but for leaving layer of land, would never strike with might or rule the sand. അത് ഭയങ്കര നല്ല